ചൂടുകാലം മഹാന്മാർ അവസരമായി കണ്ട കാലമാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കഠിനമായ ചൂടുള്ള ഒരു കാലത്ത് യാത്ര ചെയ്യുകയാണ്. ജനങ്ങളൊക്കെ ചൂട് സഹിക്കാൻ വയ്യാതെ അവരുടെ കൈകൊണ്ട് തലയുടെ മേലെ പിടിച്ച് യാത്ര ചെയ്യുന്നു. എല്ലാവരും ഒരു സ്ഥലത്തെത്തിയപ്പോൾ കഠിനമായ ചൂടിൽ ദാഹിച്ചു വലഞ്ഞു വെള്ളം കുടിക്കാനെടുത്ത നേരം അവര് നീട്ടുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ നോമ്പുകാരനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജനങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. ചൂടത്ത് നോമ്പുകാരനാണോ നബിയെ? അതെ, ആ യാത്രാ സംഘത്തിൽ രണ്ടാളുകൾ നോമ്പുകാരായിരുന്നു. ഒന്ന് ലോക നേതാവായ നബി തങ്ങളാണ്, മറ്റൊരാൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവര് രണ്ടുപേരും ആ ചൂട് സമയത്ത് നോമ്പുകാരായിരുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൂടുകാലത്ത് നോമ്പെടുക്കുന്നയാളായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, കഠിനമായ മരുഭൂമിയുടെ ചൂടിൽ നോമ്പെടുക്കുന്നയാളായിരുന്നു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് നൽകുന്ന ഉപദേശം കാണാം. മോനെ, കാലാവസ്ഥ കഠിനമാകുന്ന സമയത്ത് നോമ്പെടുത്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നോമ്പെടുത്തിട്ട് ആ കാലാവസ്ഥയുടെ കാഠിന്യത്തിലും അല്ലാഹുവിലേക്ക് ചേരാനുള്ള അമല് ചെയ്തോ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു